ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ഫോണിലേക്ക് അനാവശ്യമായിട്ടുള്ള നമ്പേഴ്സ്, അതായത് അൺനോൺ നമ്പേഴ്സ്, ഒരു പരിചയമില്ലാത്ത ആൾക്കാരെ വിളിക്കുക, അതുപോലെ തന്നെ പല തട്ടിപ്പ് കേസുകൾ നമ്മളെ വിളിക്കുക. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ ടിവിയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിനുള്ള പ്രധാന കാരണം നമ്മുടെ ഒരു ഫോൺ നമ്പർ മറ്റുള്ളവരുടെ കയ്യിൽ എത്തുന്നതാണ്. ഇത് എങ്ങനെയാണെന്നുള്ളത് ഇതിനുള്ള പല പല കാരണങ്ങളുണ്ട്. പക്ഷെ അതിൽ ഇന്ന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി വെക്കുക, നിങ്ങളുടെ സെറ്റിംഗ്സിൽ നിങ്ങൾ ഈ ഒരു നമ്പർ കൊടുത്തു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ വളരെ ഡേഞ്ചർ ആവാനുള്ള സാധ്യത ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ ഷെയർ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കുക. ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സിൽ നോക്കിയിട്ട് നിങ്ങളുടെ പേരോ അല്ലെങ്കിൽ അഡ്രസ്സോ അല്ലെങ്കിൽ നമ്പറോ എന്തെങ്കിലും കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് റിമൂവ് ചെയ്യുക. അത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. മാത്രമല്ല ഇതെല്ലാ ഫ്രണ്ട്സിനും ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. മാത്രമല്ല ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഉറപ്പായിട്ട് ഷെയർ കൊടുക്കാൻ മറന്നു പോകരുത്. നമ്മുടെ മൊബൈലിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അനോണിമസ് ആയിട്ടുള്ള ഒരു പരിചയമില്ലാത്ത കോൺടാക്ട്സ് എന്നൊക്കെ നമ്മുടെ ഫോണിലേക്ക് കോൺടാക്ട് വരിക എന്നുള്ളത്, അല്ലെ കോളുകൾ വരിക എന്നുള്ളത്. അപ്പൊ അതിനായി നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണം ഇതാണ്, അതായത് നമ്മൾ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്യുക, അതായത് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിൽ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിരവധി ഓപ്ഷൻസ് ഇവിടെ കാണാം. അതിൽ നമുക്ക് ഏറ്റവും താഴെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കുന്നില്ലേ? ആ സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നിരവധി ഓപ്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ, അതിലാണ് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് നമ്മുടെ ഫോണിലേക്ക് പല അനാവശ്യ കോളുകളും വരാൻ സാധ്യതയുണ്ട്. ഇവിടെ കണ്ടില്ലേ, അഡ്രസ് ആൻഡ് മോർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സേവ് ആൻഡ് ഫിൽ അഡ്രസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എനേബിൾ ആയി കിടക്കുന്നുണ്ടോ നോക്കുക. ഇവിടെ താഴെ നോക്കി കഴിഞ്ഞാൽ ഞാൻ അറിയാതെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, എന്റെ പേര് വരുന്നുണ്ട്. ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് അറിയുന്നത്, കണ്ടില്ലേ, എന്റെ പേര്, സ്ഥാപനത്തിന്റെ അഡ്രസ്, കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാലാണ് എന്റെ ഫോൺ നമ്പർ വരെ ഇവിടെ ഉണ്ട്. ഇത് ഗൂഗിളിൽ ഷെയർ ആയി കിടക്കുകയാണ്, സേവ് ആയി കിടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പല നമ്പറുകളും. ഇത് ഒരു കാരണമാണ്. ഇത് മാത്രമല്ല, ഇതിലും കൂടുതൽ കാരണങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പല കാരണങ്ങൾ വരുന്നതിൽ ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കുക? നിങ്ങളൊന്ന് ഓൺ ചെയ്ത് നോക്കുക. ഗൂഗിളിൽ ഇങ്ങനത്തെ സെറ്റിംഗ്സിൽ ഇങ്ങനെ നിങ്ങളുടെ ഫോൺ നമ്പർ കിടക്കുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്കുക. കണ്ടില്ലേ, ഇവിടെ ഒഴിവാക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട്, പക്ഷെ അത് ഒഴിവാവുന്നില്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളൊന്ന് അതിന്റെ മേലെ തന്നെ നമ്മുടെ അഡ്രസ്സിന്റെ മേലെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മേലെ ഡിലീറ്റിന്റെ ഒരു ഓപ്ഷൻ കാണുന്നില്ലേ, അതൊന്ന് കൊടുത്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം ആ തൊട്ടടുത്തുള്ള ആ ഒരു ബട്ടൺ ഒന്ന് ഡിസേബിളും കൂടി ചെയ്ത് വെച്ചേക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് വെക്കുക.